ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അഖ്ബൽതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളോട് കൂടെ അങ്ങനെ ചെന്നു. ഫസമിഅ റജുലൻ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ്, അപ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നത് തങ്ങൾ കേട്ടു. തങ്ങൾ പറഞ്ഞു, വജബത്, നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ ചോദിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ വജബത്, എന്താണ് നബിയെ നിർബന്ധമായത്? ഖാല അൽ ജന്ന, സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഈ സൂറത്ത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഓതിയപ്പോൾ സ്വർഗം നിർബന്ധമായിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്ത് പല തവണകളിലായി ഓതുന്നതിന്റെ പ്രതിഫലങ്ങൾ വേറെ. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ കുല്ല യൗമിൻ 200 മറ ഖുൽ ഹുവല്ലാഹു അഹദ്, 200 പ്രാവശ്യം ഒരു ദിവസം ഒരാൾക്ക് ഈ സൂറത്ത് ഓതാൻ കഴിഞ്ഞാൽ മുഹിയ അൻഹു ദുനൂബു 50 സന, 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ല അയ്യകൂന അലൈഹി ദൈൻ, കടം ഉണ്ടെങ്കിൽ ആ കടം ഇതുകൊണ്ട് പൊറുക്കപ്പെടില്ല. കടം ഒഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഷഹീദിന്റെ പോലെ അങ്ങനെയാണല്ലോ, എല്ലാം പുറത്തു കൊടുക്കും, ഇല്ല ദൈൻ, കടം പുറത്തു കൊടുക്കൂലാണ്. കടബാധ്യത അത് ഹക്കും മഅൽ ഇബാദ്, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ്. അത് പുറത്തു കൊടുക്കൂല, ബാക്കിയൊക്കെ പുറത്തു കൊടുക്കുന്നു. അതൊന്ന് വീട്ടിൽ തന്നെ വേണം, അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹു നമ്മെ കടം തന്ന് സഹായിച്ചവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അത് തിരിച്ചു കൊടുക്കാൻ, എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് ഹലാലായ വഴി നമ്മളിലേക്ക് അടുപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ.